കോട്ടയം നഗരസഭയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനോജ്, ഏകദേശം 211 കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. സ്ഥലത്ത് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രക്ഷോഭം തുടരുകയാണ്. വിവരങ്ങൾ തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, കോട്ടയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചെയർപേഴ്സണെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു തുക കാണാത്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭത്തിലൊരുങ്ങുന്ന വേളയിലാണ് ഡിവൈഎഫ്ഐയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം പൂട്ടിക്കിടക്കുകയാണ്. അവിടെ സംസ്കരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ക്രമക്കേടുകളുടെ ഒരു പരമ്പരയാണ് ഈ നഗരസഭ ചെയർപേഴ്സന്റെയും നഗരസഭാ ഭരണസമിതിയുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 211 കോടി രൂപ കാണാനില്ല എന്ന ഓഡിറ്റ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുള്ളത്. വർഷങ്ങളായി ഉണ്ടായ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തുക നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറുവ സംഘത്തെ പോലെയാണ് ഇവിടുത്തെ ഭരണപക്ഷം പെരുമാറുന്നത് എന്നാണ് LDF നേതാവും ഒപ്പം തന്നെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ A. അനിൽകുമാർ അല്പം മുമ്പ് വ്യക്തമാക്കിയത്. ഇപ്പോഴാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ സമരത്തിൽ ഉയർത്തുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ചെയർപേഴ്സന് കഴിയുന്നില്ല. ഇപ്പോഴും ഇവിടെ തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും ഈ കാര്യങ്ങൾ തന്നെയാണോ ഞാൻ ആദ്യം പറഞ്ഞത്? ആണോ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും? ഇല്ലെങ്കിൽ വേണ്ടത് നിങ്ങൾ പൊക്കോ. പറഞ്ഞത് കാര്യമില്ല. നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ചുകൊണ്ടുള്ള ഡിവൈഎഫ്ഐയുടെ പ്രക്ഷോഭം സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.